ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ നിങ്ങളേവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്തതിനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വിശ്വാസി പതിവായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒരു വിശ്വാസി പതിവായി ചെയ്യേണ്ടുന്നതായ കാര്യങ്ങൾ എന്തൊക്കെയാണ്. നാം ഓരോരുത്തരും വിശ്വാസം ഉള്ളവരാണ് എന്ന് പ്രഘോഷിച്ച് നടക്കുന്നവരാണ്. ഈ ലോക ജീവിതം സഫലമാക്കുവാനുള്ള ശക്തി എന്നിലുണ്ട് എന്ന വിശ്വാസമോ, അതോ ഞാൻ ബലഹീനനായ ദാസനാണ്, ഞാൻ വിശ്വസിക്കേണ്ടത് എൻ്റെ രക്ഷിതാവിനെയാണ് എന്നുള്ള വിശ്വാസമാണോ നമ്മളുള്ളത്? നമ്മോട് തന്നെ ചോദിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ശാശ്വതമല്ലാത്ത ഈ ലോകത്തിൽ നാം എത്ര നാൾ ഉണ്ടാകും എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ 7 ഏറെയായാൽ 80 മാത്രം, അതിൽ കൂടിയാൽ കഷ്ടത മാത്രം എന്നാണ് പറയുന്നത്. ശാശ്വതമായ ആ ലോകത്തിലേക്ക് നാം എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ ദൈവികത പ്രകാരം ആയിരിക്കണം. അത് എങ്ങനെ ആയിരിക്കണം? വിശ്വാസി പതിവായി ചെയ്യേണ്ടതായ കാര്യങ്ങൾ തിരുവചനത്തിലൂടെ നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് പതിവായി വചനം പഠിക്കണം. നാം പതിവായി വചനം പഠിക്കണമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ദിവസവും വചനം കേൾക്കണം. മൂന്നാമത്തേത് പതിവായി വചനം ധ്യാനിക്കണം. നാലാമത്തേത് പതിവായി പ്രാർത്ഥിക്കണം. അഞ്ചാമത്തേത് പതിവായി ആരാധിക്കണം എന്നാണ് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ രക്ഷാസുവിശേഷം 21-ാം അധ്യായം 33-36 നോക്കുമ്പോൾ പതിവായി വചനം പഠിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് വളരെ കൃത്യമായി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ എന്നാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരിശുദ്ധ ശുശ്രൂഷയിൽ നമ്മെ ഉദ്ബോധിപ്പിച്ചത്. ഇവിടെ യേശു പറയുന്നത് ശ്രദ്ധിക്കുക. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. അവൻ്റെ മുമ്പിൽ നിൽപ്പാനായി നമുക്ക് വരം ലഭിക്കേണ്ടതിന് സദാകാലവും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ എന്നാണ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ഇതൊക്കെയും നാം കൃത്യമായി മനസ്സിലാക്കുന്നുവെങ്കിൽ നാം ഒരിക്കലും അവൻ്റെ കൃപാത്തിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് സാധ്യമാകുകയില്ല. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ദിവസവും വചനം കേൾക്കണം. നാം ദിവസവും വചനം കേൾക്കണം. അതിനായി നാം വഴിയൊരുക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദേവാലയത്തിൽ ചെന്നുവെങ്കിൽ മാത്രമേ വചനം കേൾക്കുവാൻ സാധ്യമായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ആധുനിക യുഗത്തിൽ ദേവാലയത്തിലെ വചന ശുശ്രൂഷ നമുക്ക് മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ വീട്ടിലിരുന്ന് നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് കേൾക്കുവാൻ സാധിക്കും. അത് കേൾക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് മാത്രം നമ്മോട് തന്നെ ചോദിക്കുക. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് പതിവായി വചനം ധ്യാനിക്കണം. പതിവായി വചനം ധ്യാനിക്കുന്നവർക്ക് ദൈവാനുഗ്രഹം ലഭിക്കത്തക്കവണ്ണം അവർ സ്വയം അവരെ ക്രമപ്പെടുത്തും. അവർ ഭാഗ്യമുള്ളവർ ആയിരിക്കും, യാതൊരു സംശയവുമില്ല. പതിവായി വചനം ധ്യാനിക്കുന്നവർക്ക് നിഷ്കളങ്കരായിരിക്കുവാൻ സാധിക്കും. അവർ നീതികേട് പ്രവർത്തിക്കുകയില്ല, അവർ ലജ്ജിച്ചു പോകുകയില്ല. പരമാർത്ഥ ഹൃദയമുള്ളവരായിരിക്കും അവർ എന്നതിന് രണ്ടഭിപ്രായം ഉണ്ടാകുകയില്ല. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് പതിവായി പ്രാർത്ഥിക്കണമെന്നാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു 10 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാം. 24 അധ്യായങ്ങളും 1151 വാക്യങ്ങളുമുള്ള ഈ പുസ്തകം നാം വായിക്കുമ്പോൾ അതിൽ നമുക്ക് യേശുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ഉടനീളം കാണുവാൻ സാധിക്കും. ദാര്യാവേശ് രാജാവ് പുറപ്പെടുവിച്ച കൽപ്പനയനുസരിച്ച് അവനെ മാത്രമേ നമസ്കരിക്കാവൂ. എന്നാൽ ദാനിയേൽ എന്ന പയ്യൻ, അവൻ എന്താണ് ചെയ്തതെന്ന് ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവൻ്റെ ദൈവമായ യഹോവയല്ലാതെ വേറെ ആരെയും അവൻ ധ്യാനിച്ചില്ല, അവൻ പ്രാർത്ഥിച്ചില്ല, അവൻ വണങ്ങിയില്ല. പതിവായി ആരാധിക്കണമെന്നുള്ളതാണ് 5-ാമത്തെ കാര്യം. അതായത് പതിവായി ആരാധിക്കണമെന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും കൃത്യനിഷ്ഠയോടുകൂടി പ്രാർത്ഥനയുള്ളവരായിരിക്കണം. ദേവാലയത്തിൽ എപ്പോഴൊക്കെ വിശുദ്ധ കുർബാന ഉണ്ടാകുന്നോ ആ അവസരത്തിലൊക്കെയും നാം അവിടേക്ക് ചെന്ന് ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുകയാണ് നാം ചെയ്യേണ്ടത്.
നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധിയോടും നല്ല മനസ്സോടും കൂടി നാം അവിടെ പോകുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. നാം ഇവിടെ കണ്ടത് 5 കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് ഏവർക്കും ഇപ്പോൾ മനസ്സിലായി എന്ന് കരുതട്ടെ. ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മുട്ടുണ്ടാവുകയില്ല. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. ആയതിനാൽ നാം ഓരോരുത്തരും ദൈവത്തിൽ നമ്മെ തന്നെ ഭരമേൽപ്പിച്ച് ബാക്കി ജീവിതം ജീവിക്കുന്നതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കാം. എൻ്റെ വാക്കുകൾ ഇവിടെ സമാഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.